ഈശംഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ മാർത്ത പുണ്യവാഴ്ത്തിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ജൂലൈ 29-നാണ് മാർത്ത പുണ്യവാഴ്ത്തിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ജെറുസലേമിൽ നിന്നും 3 കിലോമീറ്റർ അകലെ ബെഥനി എന്ന ഗ്രാമത്തിലാണ് മാർത്ത ജീവിച്ചിരുന്നത്. കല്ലറിയിൽ നിന്ന് അഴുകിയ ശരീരം ഈശോ ഉയർപ്പിച്ച ലാസറും പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും ഈശോ കൈപിടിച്ചുയർത്തി വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗത്തിലൂടെ ചരിച്ചവളും ഈശോ ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടവളുമായ മറിയം മഗ്ദലനായുമായിരുന്നു മർത്തായുടെ സഹോദരിമാർ. മർത്തായായിരുന്നു ആ വീട്ടിലെ മൂത്തയാൾ. മർത്ത ഒരു സൽക്കാര പ്രിയയായിരുന്നു. നമുക്കറിയാം, ഈശോ ലാസറിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ മർത്ത ഈശോയെ എങ്ങനെ സൽക്കരിക്കണമെന്നറിയാതെ ചുറ്റി നടക്കുന്ന രംഗം നമ്മൾ ബൈബിളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും മർത്ത അവിടെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈശോ ലാസറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ മർത്ത വഴിയിൽ വെച്ച് തന്നെ വഴിയിലേക്ക് ചെന്ന് ഈശോയോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അത് അവളുടെ വിശ്വാസ പ്രഖ്യാപനമാണ് അവൾ അവിടെ നടത്തിയത്. മർത്ത എന്ന പേര് തന്നെ ഈശോ സംസാരിച്ചുകൊണ്ടിരുന്ന അറമിയ ഭാഷയിൽ നിന്നുമുള്ളതാണ്. മർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തമ വനിത എന്നാണ്. പലസ്തീനിൽ ക്രൈസ്തവ പീഡനം ആരംഭിച്ച കാലത്ത് ലാസറും കുടുംബവും മറ്റു കുറച്ചു പേരും കൂടി ഒരു നൗകയിൽ ഫ്രാൻസിലെ അവിഞ്ഞോൺ എന്ന സ്ഥലത്തേക്ക് അഭയം തേടിപ്പോയി. പിന്നെയുള്ള കാലങ്ങളിലൊക്കെ അവരവിടെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ലാസറിനെ മാർസോ എന്ന സ്ഥലത്തും മാർത്തായെ അവിഞ്ഞോണിലും മേരിയെ സെന്റ് ബേഴ്സിലുമാണ് അടക്കം ചെയ്യപ്പെട്ടിരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഓശാനയുടെ തലേ ദിവസം കൊഴുക്കട്ട എന്ന പലഹാരം ഉണ്ടാക്കാറുണ്ട്. അതും മർത്തായുടെ ഒരു പാരമ്പര്യ പലഹാരമാണ് ഈ കൊഴുക്കട്ട എന്നുള്ളത്. ലാസറിന്റെ ഭവനം ഈശോ സന്ദർശിച്ചിരുന്ന സമയങ്ങളിൽ മർത്ത ബദാമും തേനും ഒക്കെ ചേർത്ത് സ്വാദിഷ്ടമായി ഉണ്ടാക്കി കൊടുത്തിരുന്ന പലഹാരമാണിത്. ഈ പലഹാരം കഴിച്ചിട്ട് ഈശോ മർത്തായോട് പറയുമായിരുന്നു, മർത്ത മർത്ത, ഈ പലഹാരം പോലെ മധുരമാണ് നിന്റെ ഹൃദയവും എന്ന്. ഇന്ന് മർത്ത പുണ്യവാഴ്ത്തി അറിയുന്നത് അലക്കുകാരുടെയും പാചകക്കാരുടെയും ജോലിക്കാരുടെയും വീട്ടമ്മമാരുടെയും ഒക്കെ മധ്യസ്ഥയായിട്ടാണ്. ഇന്ന് നമുക്ക് എല്ലാ അമ്മമാരെയും നമുക്ക് വിശുദ്ധ മത്തായിയുടെ മധ്യസ്ഥം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പകലന്തിയോളം യാതൊരു പ്രതിഫലവും കൂടാതെ ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാരെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ അമ്മമാരെയും മാർത്ത പുണ്യവാഴ്ത്തിയുടെ മധ്യസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.